ഹലോ ഗായ്സ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിലൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് കുറേ റിവ്യൂസ് അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ വീഡിയോസ് വരുന്നു. അവരതിന് മറുപടി എന്ന കുറേ വീഡിയോസ് ലൈവായിട്ടും അല്ലാതെയൊക്കെ റിയാക്ട് ചെയ്യുന്നു. ആക്ച്വൽ കാര്യം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ അവർ കുറേ പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സ്ത്രീയാണ്, ലേഡിയാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു പ്രശസ്ത ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്യുകയായിരുന്നു. അപ്പോൾ ചെയ്യുന്ന വേളയിൽ അവർ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു. എന്നിട്ട് അവർ പറയുന്നുണ്ട് വൈറ്റ് കാസ്റ്റ് ഒന്നും വരത്തില്ല ഈ ഒരു സൺസ്ക്രീൻ തേച്ചാലെന്ന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഫേസിൽ ഒരു വൈറ്റ് കാസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നവർ ബ്ലൈൻഡ് അല്ല, വ്യൂവേഴ്സ് ബ്ലൈൻഡ് അല്ല, അവർക്ക് കണ്ണ് കാണാം. സോ കുറേ പേര് കമൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പറയുന്നുണ്ട് വൈറ്റ് കാസ്റ്റ് ഇല്ലെന്ന്, ബട്ട് ഫേസിൽ വൈറ്റ് കാസ്റ്റ് കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പെർട്ടിക്കുലറായിട്ട് ആർക്കോ റിപ്ലൈ കൊടുത്തു, ഇറ്റ്സ് എ പെയ്ഡ് പ്രൊമോഷൻ ഐ മെൻറ്റ്, ഇറ്റ്സ് എ പെയ്ഡ് പ്രൊമോഷൻ ഐ മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പെയ്ഡ് പ്രൊമോഷനാണ് എന്നുള്ള രീതിയിലാണ് അവർ റിപ്ലൈ കൊടുത്തത്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് എനിക്ക് എന്ത് കളത്രവും കാണിക്കാം, എനിക്ക് അവർ പൈസ തരുന്നു അതുകൊണ്ട് ഞാൻ അവരെ പുകഴ്ത്തി കാണിക്കുന്നു, ഞാൻ കാണിക്കുന്നു. ഇപ്പോൾ വ്യൂവേഴ്സ് കാണുന്നതൊന്നും സത്യമല്ല, എനിക്കത് കുഴപ്പമില്ല. സോ പെയ്ഡ് പ്രൊമോഷൻ ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് അവരത് പറഞ്ഞത്. സോ അത് ഒരു ബാഡ് ബിഹേവിയർ പോലെ എനിക്ക് തോന്നി. എനിക്കെന്നല്ല, ഇത് ആദ്യം തോന്നിയത് വേറൊരു യൂട്യൂബർക്കാണ്. ആ കുട്ടി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുകയും ഓൾമോസ്റ്റ് ഒരു 3 lakh വ്യൂസോ സംതിങ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, 2 lakh സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു പ്രമുഖ ഇൻഫ്ലുവൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ കമൻറ്റ്സ് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസർ അത് ഡിലീറ്റ് ചെയ്യും, അതായത് സ്ട്രൈക്ക് കൊടുത്ത് ആ ഒരു പുതിയ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പേഴ്സണൽ എന്താണ് ഗ്രഡ്ജൊന്നുമല്ല, ബട്ട് ഒരു ബിഹേവിയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെയല്ലായിരുന്നു പറയേണ്ടിരുന്നത്. പെയ്ഡ് പ്രൊമോഷൻ എന്നല്ല പറയേണ്ടത്, എനിക്കിത് സ്യൂട്ടായി അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയുന്നതിന് പകരം വാട്ട് ഷി ടോൾഡ് വാസ് ഇറ്റ്സ് എ പെയ്ഡ് പ്രൊമോഷൻ. പെയ്ഡ് പ്രൊമോഷൻ വഴി എന്തും കാണിക്കാം എന്ന് അവർ തന്നെ സ്വയമേ പറയുന്ന പോലെ ആയിപ്പോയി അത്. അതിനുശേഷം കുറേ പേരിങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ എനിക്കത് അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ചെയ്തത് എന്താണ്, അതിനെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ വീണ്ടും ലൈവിൽ വരുന്നു, വീഡിയോസ് ഇടുന്നു, അവരുടെ ഭാഗം വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല ഇതല്ല. അപ്പോൾ അവർ അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ പോലും പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കാണുന്ന വ്യൂവേഴ്സിനെ ബ്ലൈൻഡ് അല്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ളൊരു റിപ്ലൈ ആയിപ്പോയി അത്. ആ ഒരു റിപ്ലൈ, ആ ഒരു ബിഹേവിയറിനെയാണ് ആൾക്കാർ ചോദ്യം ചെയ്യുന്നത്, ആ ഒരു പേഴ്സണെ കുറിച്ചല്ല പറയുന്നത്, ആ ഒരു റിപ്ലൈയെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് പോലും ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്യുന്നതും കാര്യമുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ മതിയായിരുന്നു. സോ പിന്നെ ബാക്കിയുള്ള ഈ റിയാക്ട് ചെയ്യുന്നവരെല്ലാം പുതുതായിട്ട് വന്നവരാണെന്നും റീച്ചിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നവരാണെന്നും ഒക്കെയാണ് ആ ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ പറയുന്നത്. അവരും ഇതുപോലെ വീഡിയോസ് ചെയ്ത് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്നവരാണ്, സമ്മതിച്ചു. ബട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ എല്ലാം പെയ്ഡ് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ പറയുന്നത് തെറ്റാണ്. ഇന്ന് അവരൊരു സൺസ്ക്രീൻ ആയിരിക്കും ചിലപ്പോൾ തോന്നിയ രീതിയിൽ പറഞ്ഞത്, അവരെ ട്രസ്റ്റ് ചെയ്യുന്ന കുറേ പേര് കാണും. അപ്പോൾ അവർ കാശ് കൊടുത്തത് വാങ്ങിച്ച് യൂസ് ചെയ്യും. നാളെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഹസാഡിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഇതുപോലെ അവർ പ്രൊമോട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലോ. അപ്പോൾ അതാണ് നമ്മുടെ ഇഷ്യൂ. അതുപോലെ കുറേ ബ്ലൈൻഡ് ഫാൻസ്, അതായത് ഇവർ ചെയ്തത് തെറ്റാണ്, ചേച്ചി സാരമില്ല ചേച്ചി, വി ആർ വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ബ്ലൈൻഡ് ഫാൻസ് ഉണ്ട്. അവർക്ക് എന്താണ്, ജസ്റ്റ് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, അവരുടെ സപ്പോർട്ടേഴ്സ് കൂടെ ഉണ്ടെന്ന് അറിയിക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു ജെനുവിൻ ഫാൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് അവർ തിരുത്താനേ ശ്രമിക്കത്തുള്ളൂ. ഒരുപാട് പേര് വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവരാണെങ്കിൽ അവരുടെ ആ ഒരു രീതിയിൽ നിന്ന് മാറുന്നില്ല, വീണ്ടും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും മണി ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്, ഒരു വരുമാനം മാർഗം എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, ശരിയാണ്. പക്ഷേ നെഗറ്റീവ് കമൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞ് ഒരു ഹസാർഡസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഫേക്ക് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും നമ്മൾ എന്താണ് എൻകറേജ് ചെയ്യാനും പാടില്ല. ഓക്കെ, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആണ് വേർതാവുന്നത്. ഓക്കെ, പിന്നെ എന്ത് കണ്ടാൽ നമ്മൾ ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രൊമോഷൻസ് വീഡിയോ കാണും, പക്ഷെ ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല, കാരണം നമുക്ക് ബഡ്ജറ്റ് ഇല്ല വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ചിലപ്പം കാശുള്ളവരത് വാങ്ങിച്ച് യൂസ് ചെയ്യുമായിരിക്കും എന്നും പറഞ്ഞ് ചിലർ കാണും, ഈ ചേച്ചി നല്ലോണം വിശ്വസിക്കുന്നവരായിരിക്കും, ഓക്കെ ചേച്ചി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ ഇല്ലാത്ത കാശ് എടുത്തിട്ടായിരിക്കും അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളെ ആര് മൂലമാണോ അവർ വളർന്നത് അവരെ പറ്റിക്കാൻ പാടില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്.
വർക്ക് ഹാർഡൊക്കെ ചെയ്യാം, പക്ഷേ ഹാർഡ് വർക്ക് കഴിയുമ്പോൾ ഫേക്ക് പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല. ട്രസ്റ്റ് കഴിയുമ്പോൾ കാശ് വേണ്ട അല്ലേ? ട്രസ്റ്റാണ്. ട്രസ്റ്റ് വിറ്റ് കാശ് അവരുണ്ടാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ബ്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ് കേട്ടോ. കാരണം ഇതുപോലെ തന്നെ കുറേ ഇൻഫ്ലുവൻസ് വളർന്ന് വെറുതെ അവർക്കിങ്ങനെ പെയ്ഡ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ക്യാഷ് മാത്രമാവും അവരുടെ ലക്ഷ്യം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഈ കുറേ പേര് ഇപ്പം ജന്മനാ മുടിയുള്ളവരായിരിക്കും. സോ അത്യാവശ്യം നല്ല മുടിയുള്ളവരായിരിക്കും. അവർ ഒന്ന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ക്ലിക്കായിട്ട് ആദ്യം അവരൊരു എണ്ണ കാണിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തിട്ടാണ് അവർക്ക് മുടി വളർന്നതെന്ന് പറയും. പിന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അവരുടെ ആ പഴയ മുടിയും ഇപ്പോഴത്തെ മുടിയും കാണിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും. ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും അവർ ആദ്യം ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് മാത്രം ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇത്രയും വളർന്നതെന്നുള്ളതായിരിക്കും. പിന്നെ നോക്കുമ്പം അവരുടെ പ്ലേലിസ്റ്റിൽ തന്നെ പല കാര്യങ്ങൾ ചേർത്തിട്ടായിരിക്കും അവർക്ക് ഇത്രയും മുടി വന്നത്. ഈ ഒരു സൺസ്ക്രീൻ ഇട്ട പ്രമുഖ യൂട്യൂബർ പറഞ്ഞത് അവർക്ക് ഒരുപാട് സൺസ്ക്രീൻ ബ്രാൻഡ് ഉണ്ട്, അവർ ഡെയിലി പലതും യൂസ് ചെയ്യുന്നു, ഓരോന്ന് മാറിയും തിരിഞ്ഞാണ് യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഡെയിലി ഒന്ന് രണ്ട് മാറി തിരിഞ്ഞൊക്കെ യൂസ് ചെയ്താൽ സ്കിന്നിന് ഹാമാണ്. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒന്ന് തന്നെ യൂസ് ചെയ്ത് പോകും. ആക്ച്വൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കാശിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പോലും നോക്കാതായിരിക്കും ചിലപ്പോൾ റിവ്യൂ പറയുന്നത്. അവർക്ക് കാശ് മതി, അവർക്ക് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് ബാക്കിയുള്ളവർക്ക് കൂടി പേരായിട്ടുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ഫാമിലിയെ കാണിക്കുക, കുഞ്ഞുങ്ങളെ കാണിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ഫെയർനെസ് ഉള്ളവരോ ഹെയർ ഉള്ളവരോ ഒക്കെ ആണെങ്കിൽ അത് ആ ഒരു സെയിം കാര്യം പറഞ്ഞായിരിക്കും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ വ്യൂവേഴ്സാണ്, ആ വ്യൂസ് കൊടുക്കുകയും പോരാഞ്ഞ് അന്ധമായിട്ട് അങ്ങ് എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് വിടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് ആ ചേച്ചിയോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ചേച്ചി വർക്ക് ഹാർഡ്, ചേച്ചി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് വന്നത്. ബട്ട് പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് നെഗറ്റിവിറ്റി. ഇറ്റ്സ് ജസ്റ്റ് എ സൺസ്ക്രീൻ. ചിൽ. ഈവൻ ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസ് ടു ദിസ്. ഓക്കെ, അതൊരു സൺസ്ക്രീൻ ആണ്. അതിന്റെ പേരിലൊരു റിവ്യൂ വന്ന് നോക്കി പോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വീണ്ടും ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കുക, ജെന്യുവൻ ആയിട്ട് ചെയ്ത് നോക്കുക. അല്ലാതെ അതിന് റിവെഞ്ച് ചെയ്യുക, അവരോട് പ്രതികാരം ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും താനാണ് ശരിയെന്ന് കാണിക്കാതിരിക്കാത്തത്, അത്രേ ഉള്ളൂ. Being an influencer is not just about flexing products and doing makeup. It's about being honest, real, and keeping followers safe. നമ്മളെപ്പോലെ ഒരു നോർമൽ വ്യൂവർ ട്രസ്റ്റ് ചെയ്ത് വാങ്ങുന്ന പ്രോഡക്റ്റ് ആണ് ചേച്ചി കാണിച്ചത്. സോ വെൻ ഇറ്റ് ഫെയിൽസ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മണി വി ലോസ്, ഇറ്റ്സ് ഹെൽത്ത്, സ്കിൻ ആൻഡ് ട്രസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ആ ചേച്ചിയോടും മറ്റാരോടും. ഇതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരേ പ്ലേലിസ്റ്റിൽ പെടുത്താൻ പറ്റുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. അവരെല്ലാം ചെയ്യുന്നത് സെയിം പ്രവൃത്തി തന്നെയാണ്. ഈ ചേച്ചിയെ മാത്രം ആരും ബ്ലെയിം ചെയ്യാൻ പാടില്ല, എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നെങ്കിൽ ആ കാശ് വാങ്ങിക്കുമ്പോൾ അത് നിങ്ങൾ ഇത്രയും വലിയ ആളായി നിങ്ങളാക്കിയ സപ്പോർട്ടേഴ്സിനെ ചതിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു.